കളമശ്ശേരി പോളിടെക്നിക്കിൽ മാസങ്ങൾക്ക് മുമ്പ് തന്നെ കഞ്ചാവ് വിൽപ്പന ആരംഭിച്ചിരുന്നതായ പ്രതികളുടെ മൊഴി. UPI ഇടപാട് വഴി പണം കൈമാറിയാണ് കഞ്ചാവ് കോളേജ് ഹോസ്റ്റലിൽ എത്തിച്ചത്. ഷാലിക്കിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കായി അന്വേഷണം ഊർജിതമാക്കി. കളമശ്ശേരി പോളിടെക്നിക്കിലേക്ക് മാസങ്ങളായി ലഹരി ഒഴുകുന്നുവെന്ന പോലീസ് വാദം ശരിവെക്കുന്നതാണ് മുഖ്യപ്രതി അനുരാജിന്റെ മൊഴി. കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥികളായ ആഷിഖും ഷാലിക്കുമാണ് ലഹരി എത്തിച്ചിരുന്നത്. ഗൂഗിൾ പേ വഴി 16,000 രൂപയാണ് കഞ്ചാവിനായി ഇടനിലക്കാർക്ക് കൈമാറിയത്. കൂടാതെ നേരിട്ടും പണം കൈമാറി. സ്ഥിരം വാങ്ങുന്ന ആളായതിനാൽ കടമായും അനുരാജിന് കഞ്ചാവ് നൽകിയിരുന്നു. 4 പേരിൽ നിന്ന് മാത്രം പണം പിരിച്ചുവെന്ന അനുരാജിന്റെ മൊഴി പോലീസ് വിശ്വസിച്ചിട്ടില്ല. ആരൊക്കെ എത്ര പണം നൽകി തുടങ്ങിയ അന്വേഷണങ്ങൾ പോലീസ് ഊർജിതമാക്കി. ബാങ്ക് സ്റ്റേറ്റ്മെന്റ് വിശദാംശങ്ങൾ പരിശോധിച്ചു വരികയാണ്. ഹോസ്റ്റലിലെ കഞ്ചാവ് ശൃംഖലയിൽ കൂടുതൽ പേർ ഉൾപ്പെട്ടിട്ടുണ്ടെന്ന നിഗമനത്തിൽ തന്നെയാണ് പോലീസ്. ഷാലിക്കിന് കഞ്ചാവ് എത്തിച്ച ഇതര സംസ്ഥാന തൊഴിലാളിക്കായുള്ള തെരച്ചിൽ ശക്തമാക്കി. കഞ്ചാവ് പിടികൂടിയതിനു പിന്നാലെ ഇയാൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് ഒളിവിൽ പോയിരിക്കുകയാണ്. 24 കൊച്ചി.